മാസം മരുന്ന് വാങ്ങാൻ 5000 എനിക്ക് വേണം. ആര് വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ തരണം പറഞ്ഞു. മരുന്ന് വാങ്ങാൻ പൈസ വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പൊ തന്നു അവരല്ലേ? അപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞു. അപ്പൊ ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, തന്നില്ല അമ്മയ്ക്ക് അല്ലേ? അല്ല, എനിക്ക് മരുന്ന് വാങ്ങാൻ പണിക്കും പോകണില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല. ഒരു മാസം 5000 വേണം മരുന്നിന്. പൈസ വേണം പറഞ്ഞു. ഇന്ന് തന്നെയാണ് ചോദിച്ചത്. അപ്പൊ തന്നെ 5000 രൂപ തന്നു. ദൃശ്യങ്ങൾ ലഭിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് സ്ഥലത്ത് പരിശോധന നടത്തി വയോധികയുടെ മൊഴിയെടുത്തു. ശോഭാ സുരേന്ദ്രനെതിരെ നടപടി വേണമെന്നാണ് കോൺഗ്രസിന്റെയും CPM-ന്റെയും ആവശ്യം. ആരോപണം തെളിഞ്ഞാൽ ശോഭാ സുരേന്ദ്രന് തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യയാക്കും. ഇക്ബാൽ അർക്കൽ, ഒപ്പം TV പ്രസാദ്, VS രഞ്ജിത്ത് എന്നിവർ നൽകും വിശദാംശങ്ങൾ. ആദ്യം TV പ്രസാദിലേക്കാണ് പോകുന്നത്. TV പ്രസാദ്, ഇവിടെ ഈ വോട്ടിന് പണം, സാരിയൊക്കെ നൽകുന്നുണ്ട് എന്നുള്ള ആരോപണം കോൺഗ്രസും CPM-ഉം നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇന്ന് തെളിവുകളോടെയാണ് അത് കോൺഗ്രസ് പുറത്തേക്ക് എത്തിക്കുന്നത്. പക്ഷേ അവിടെ ഭീഷണിപ്പെടുത്തുന്നു NDA സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു അവിടെ ഈ പണമടക്കം വിതരണം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇനിയുള്ള നീക്കങ്ങൾ നിർണായകമാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന നീക്കങ്ങൾ, നടപടികൾ നിർണായകമാണ്. അത് എങ്ങനെയായിരിക്കും ബാധിക്കുക? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, ഗുരുതരമായ സാഹചര്യമാണ് ഇന്ന് പാലക്കാട് നിന്ന് ഉയർന്നു വന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെയൊക്കെ ഒരുപാട് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ പണം കൈമാറുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഇങ്ങനൊരു ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുമില്ല. മാത്രവുമല്ല, ആ ദൃശ്യങ്ങൾ പകർത്തിയ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരോട് അടിച്ച് കരണക്കുറ്റി പൊട്ടിക്കുമെന്ന രീതിയിലുള്ള സംഭാഷണവും ആ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതും ആ ദൃശ്യങ്ങളിൽ തന്നെ പതിഞ്ഞിട്ടുമുള്ളതാണ്. ഇത് ഗൗരവമായ സാഹചര്യമാണ്. ഇനിയിപ്പോൾ ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംവിധാനങ്ങൾ അവരുടെ തെളിവെടുപ്പുകൾ നടത്തും. അതിൽ തെളിവ് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും നടപടിയിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം BJP-യുടെ സ്ഥാനാർത്ഥികൾ ഈ രീതിയിൽ പണം ഒഴുക്കാറുണ്ട് എന്ന പ്രചാരണം വ്യാപകമായി LDF-ന്റെയും UDF-ന്റെയും ഭാഗമായി ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും കിറ്റ് കൊടുക്കുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്തരം ഒരുപാട് വിവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നു വരാറുണ്ടെങ്കിലും അതിനൊരു തെളിവ് കിട്ടുന്ന രീതി സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളതല്ല. ഇതിൽ വളരെ കൃത്യമായി BJP-യുടെ ഒരു പ്രാദേശിക പ്രവർത്തക ആ സ്ത്രീയുടെ കയ്യിലേക്ക് പണം കൈമാറുന്ന ദൃശ്യങ്ങൾ അതിൽ പതിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം അത് മരുന്ന് വാങ്ങാനുള്ള പണമാണെന്നും പിന്നീട് വ്യക്തമായി മറുപടി പറയാത്ത രീതിയിലുമാണ് പ്രതികരണങ്ങൾ നമ്മൾ കണ്ടത്.